ലോകമെമ്പാടുമുള്ള മലയാളി ഫുട്ബോൾ പ്രേക്ഷകരെ കണ്ണൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലേക്ക്, ജവഹർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആവേശഭരിതമായ അന്തരീക്ഷത്തിൽ സൂപ്പർ ലീഗ് കേരളയുടെ ഫൈനൽ മത്സരം ആരംഭിക്കുന്നു. കണ്ണൂർ വാരിയേഴ്സ് നേരിടുന്നു തൃശൂർ മാജിക് FC. കമന്ററി ബോക്സിൽ ഞാൻ ഷൈജു ദാമോദരൻ. ഈ ആവേശ ഫൈനലിന്റെ ഓരോ നിമിഷങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാൻ മലയാളം കമന്ററി ബോക്സിൽ എന്നോടൊപ്പം ദിനേഷ് കിരൺ. താങ്ക് യു സോ മച്ച് മൈ ഡിയർ ബ്രദർ. കാൽപന്ത് കളിയുടെ അവിസ്മരണീയമായ നിമിഷങ്ങൾക്ക് ഒരുങ്ങാം. കണ്ണൂരിന്റെ മണ്ണിൽ ആവേശം തിരതല്ലുന്നു. സൂപ്പർ ലീഗ് കേരള ഇൻട്രസ്റ്റിംഗ് ലാസ്റ്റ് ഡാൻസ്. അസിയേർ അത് ക്രോസ് ചെയ്യുന്നു. അസിയറിന്റെ ക്രോസ് ഹെഡ് ചെയ്ത് അകറ്റുന്നത് കെവിൻ ആണ്, ജേഴ്സി നമ്പർ 7. ഒരു ബ്രില്യന്റ് ഡിഫൻസീവ് ഹെഡർ ഫ്രം കെവിൻ. ആ ഹെഡർ ക്ലിയറൻസ് കെവിൻ ആണ് ചെയ്തത്. സോ ബ്യൂട്ടിഫുൾ ഹെഡർ ക്ലിയറൻസ്. ആദ്യ യെല്ലോ കാർഡ് വരും. സോ ആദ്യ യെല്ലോ കാർഡ് റഫറി വെങ്കടേഷ് പുറത്തെടുത്തിരിക്കുന്നു. ആദ്യ യെല്ലോ കാർഡ് തൃശൂർ മാജിക്കിന്റെ ഒരു മുന്നേറ്റ നിരക്കാരനാണ് ലഭിക്കുന്നത് എന്നുള്ള ഒരു ക്രെഡിറ്റ് കൂടി ഉണ്ട്. തൃശൂരിന്റെ ഡിഫൻസിനെയും ഗോൾ കീപ്പർ കമാലിനെയും മറികടന്ന് ക്രോസ് ബാറിൽ ഇടിക്കുന്നു. ക്രോസ് ബാറിൽ ഇടിച്ച് പന്ത് താഴേക്ക് തെറിക്കുന്നു. പക്ഷേ പന്ത് ഗോളിലേക്ക് കടന്നിട്ടില്ല എന്ന് തന്നെയാണ് റഫറി കാണാൻ ഒരിക്കൽ കൂടി റീപ്ലേ ദൃശ്യം. ഹെഡർ പോകുന്നു. ക്രോസ് ബാറിൽ തട്ടി താഴേക്ക് തെറിക്കുമ്പോൾ അത് സേവ് ചെയ്യാനായി ഓടി വന്ന തേജസ് കൃഷ്ണയുടെ കയ്യിൽ അത് തട്ടിയോ എന്നുള്ളതാണ് ചോദ്യം. സോ പെനൽറ്റി വിളിക്കുകയാണ്. കണ്ണൂരിന് അനുകൂലമായി പെനൽറ്റി വിളിക്കുകയാണ് റഫറി വെങ്കടേഷിന്റെ. ഒരു നല്ല തീരുമാനം ഞാൻ പറയും. കാരണം വാർ സിസ്റ്റം ഇല്ല. പക്ഷേ എന്നിട്ട് പോലും വളരെ സംയോജിതമായി അതിലുചിതമായി എടുക്കാവുന്ന തീരുമാനം, കൂട്ടായ അഭിപ്രായം, കൂട്ടായ ചർച്ച ഇതെല്ലാം നടത്തി അസിസ്റ്റന്റ് റഫറിമാരെയും ഫോർത്ത് ഒഫീഷ്യലിനെയും എല്ലാം ഉൾപ്പെടുത്തിയ റഫറി വെങ്കടേഷിന്റെ ഫൈനൽ തീരുമാനം. ഇറ്റ് ഈസ് എ പെനൽറ്റി ഇൻ ഫേവർ ഓഫ് കണ്ണൂർ. അസിയേർ ഗോമസ്. കണ്ണൂർ വാരിയേഴ്സ് 18-ാം മിനിറ്റിൽ പെനാൽറ്റിയിലൂടെ കണ്ണൂർ വാരിയേഴ്സ് മുന്നിലെത്തുന്നു. ഹുക്കും കണ്ണൂർ കാ ഹുക്കും in the Super League Kerala final. Kannur Warriors leading in the 19th minute. Again penalty goal. Semi-finalile penalty. Kannur finalile ആവർത്തിക്കുന്നു. അന്ന് സിനാൻ, ഇന്ന് അസിയർ. Kannur leading 1-0 in their home turf. The ball moment എന്ന് താങ്കൾ ഉപയോഗിച്ചിരുന്ന വാക്ക് മികച്ച ഷോട്ട് വേണമായിരുന്നു. ഗോൾ കീപ്പർ കമാലിന്റെ ആ ഒരു റേഞ്ചിൽ തന്നെയാണ് ഷിജിന്റെ വലത് കാലടി പോകുന്നത് കാണാം. നല്ല റൺ കാണാം. നല്ലൊരു മൂവ്, ട്രയാങ്കുലർ മൂവ് ആണ് അവിടെ നടത്തിയത്. ഒരു യെല്ലോ കാർഡ് കൂടി വരുന്നു കണ്ണൂർ വാരിയേഴ്സിന്. മനോജിനാണ് യെല്ലോ കാർഡ്. ഡിഫൻഡർ മനോജ് യെല്ലോ കാർഡ് കാണുന്നു. സുവർണാവസരം. ഗോൾ കീപ്പർ മാത്രം മുന്നിൽ നിൽക്കെ. കണ്ണൂരിന്റെ മുന്നേറ്റം. ഷിജിൻ ഇൻസൈഡ് ദി ബോക്സ്. ഗോൾ കീപ്പർ മാത്രം മുന്നിൽ നിൽക്കെ. ഷിജിന്റെ ഷോട്ട് വീണ് കിടന്ന് തട്ടിക്കളയുന്നു ഗോൾ കീപ്പർ കമാൽ. വലതു വിങ്ങിൽ വളരെ നന്നായി ഓവർലാപ്പിംഗ് എന്ന ബിബിൻ അജയന്റെ സേവനം ഇതേവരെ തൃശ്ശൂർ യൂസ് ചെയ്തിട്ടില്ലെന്ന് കാണാം. വീണ്ടും ഇടതു വിങ്ങിൽ നിന്നാണ് ഒരു ക്രോസ് മാർക്കസിന് നൽകാൻ ശ്രമിക്കുന്നു. പക്ഷേ ഡിഫൻസ് ക്ലിയർ ചെയ്യുന്നു. ക്രോസ് മാർക്കസ്, ചാൻസ്. മാർക്കസ് അത് വീണ്ടും ഇൻസൈഡ് ദ ബോക്സ്. 3 തവണയാണ് ഇൻസൈഡ് ദ ബോക്സിലേക്ക് പന്ത് വന്നത്. 3 തവണയും കണ്ണൂർ മാനേജ് ചെയ്യുന്നു. 3 തവണയും ബ്രില്യന്റ് ഇന്റർസെപ്ഷൻ ആയിരുന്നു അവിടെ കണ്ടത്. നല്ല ബ്ലോക്ക് ആയിരുന്നു. എന്തായാലും ഒരു കൗണ്ടർ അറ്റാക്കിലേക്ക്. പക്ഷേ ബിപിൻ അത് കൃത്യമായി മാർക്ക് ചെയ്യുന്നു. ബിപിൻ അജയനെ പറ്റി നമ്മൾ സൂചിപ്പിച്ചതേ ഉള്ളൂ. സച്ചിൻ സുനിൽ സെക്കൻഡ് യെല്ലോയിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയും അവിടെ കാണുന്നു. റെഡ് കാർഡ്, സെക്കൻഡ് യെല്ലോ ആൻഡ് റെഡ് കാർഡ് ഫോർ സച്ചിൻ സുനിൽ. കണ്ണൂർ
ലെഫ്റ്റ് ഫുൾ ബാക്കിന് റൈറ്റ് ഫുൾ ബാക്കിനെ നഷ്ടപ്പെടുന്നു. ആദ്യ പകുതി അവസാനിച്ചിട്ടില്ല. രണ്ടാം പകുതി മുഴുവൻ കണ്ണൂർ ഡൗൺ വിത്ത് 10 men. സച്ചിൻ സുനിൽ ഔട്ട്. ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമാണ് ഇപ്പോഴും തുടരുന്നത്. തൃശ്ശൂരിന് അനുകൂലമായ ഫ്രീ കിക്ക് ബിബിൻ അജയൻ എടുക്കുന്നു. അനാവശ്യ എതിർ ഹാഫിലെ പക്ഷെ പന്ത് വെളിയിലേക്ക് പോയെങ്കിലും ആ കോർണർ കിക്ക് എടുക്കേണ്ട എന്നുള്ളതാണ് റഫറിയുടെ തീരുമാനം. 4 മിനിറ്റിലധികം 5 മിനിറ്റ് കഴിഞ്ഞു. 3 മിനിറ്റാണ് ഇഞ്ചുറി ടൈം അനുവദിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഈ കോർണർ കിക്ക് എടുക്കേണ്ടതില്ല എന്ന് റഫറി തീരുമാനിച്ചത്. മെയിൽസൺ ആൽവസ് തൃശ്ശൂരിന്റെ ക്യാപ്റ്റൻ നേരെ വന്ന് റഫറിയോട് പറയുന്നുണ്ട്, അത് പുറത്തേക്ക് പോയ പന്ത് ആ കോർണർ ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, അതെടുത്ത് കഴിഞ്ഞിട്ട് പോലെ ഹാഫ് ടൈം വിസിൽ. പക്ഷേ റഫറി വെങ്കടേഷ് 5 മിനിറ്റ് ഓൾറെഡി 3 മിനിറ്റ് അനുവദിച്ച ഇഞ്ചുറി ടൈം 5 മിനിറ്റും കഴിഞ്ഞു പോയിരിക്കുന്നു. സോ ആദ്യ പകുതി അവസാനിക്കുന്നു. കണ്ണൂരിലെ ജവഹർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ സൂപ്പർ ലീഗ് കേരളയുടെ രണ്ടാം സീസണിന്റെ ഫൈനൽ മത്സരം. ഹാഫ് ടൈം here in the Kannur Jawahar Stadium. It is the home team Kannur Warriors 1, Thrissur Magic FC 0. സൈഡ് വോളി അവിടെ അത് ബ്ലോക്ക് ചെയ്യാൻ ചെല്ലാത്തതിന് സന്ദീപിനെ ലൗസാമ്പ ശകാരിക്കുന്നതും കാണാം. 1-0. തൃശ്ശൂർ മാജിക്കിന് അനുകൂലമായ ഫ്രീ കിക്ക് 70th minute. Kevin free kick. പൊസിഷനിലായിരുന്നു, നല്ല ലൈനിലായിരുന്നു. അതുകൊണ്ടായിരിക്കാം അത് കൃത്യമായ ഒരു ഡിസിഷനിലേക്ക് എത്തിയിട്ടുള്ളത്. എന്തായാലും മെയിൽസൺ ആൽവസിനെ പറ്റി നമ്മൾ പറഞ്ഞു വെച്ചേ ഉള്ളൂ. ആ ഫ്രീ കിക്കിനെ ചൊല്ലി, ആ ഓഫ് സൈഡ് ഡിസിഷനെ ചൊല്ലി വലിയ തർക്കം കാണാം അവിടെ. കണ്ണൂർ തൃശ്ശൂർ മാജിക്കിന്റെ സൈഡ് ബെഞ്ചിൽ വലിയ അഭിപ്രായ പ്രകടനവും തർക്കം നടക്കുന്ന കാണാം. ഏതായാലും നിർഭാഗ്യം എന്ന് തന്നെ പറയാം. തൃശ്ശൂർ മാജിക് അസിസ്റ്റന്റ് കോച്ച് ജോൺ പോൾ അഞ്ചേരി ഗെറ്റ്സ് ദ യെല്ലോ. വളരെ റഫറിയോട് ക്ഷുഭിതനായി രാവിലെ കളിയുടെ തുടക്കം മുതൽ രാവിലെ തന്നെ പറയാം, രാവിലെ തന്നെ ജോബോളെ അസ്വസ്ഥനായിരുന്നു. കളിയുടെ തുടക്കം ആദ്യം പെനാൽറ്റിയിലൊക്കെ വലിയ തൃശ്ശൂർ മാജിക്കിന്റെ ഒരു സപ്പോർട്ടിംഗ് സ്റ്റാഫിനെ റെഡ് കാർഡ് കാണിച്ച് പുറത്താക്കുകയാണ് റഫറി. ജോബോളിന് യെല്ലോ കാർഡ് കാണിക്കുന്ന നമ്മൾ കണ്ടു. then another supporting staff gets the red card. തൃശ്ശൂർ മാജിക് inside the box. brilliant cross തന്നെയാണ് കെവിൻ നൽകുന്നത്. പക്ഷേ മാർക്കസിന് ആ പന്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നില്ല. മാർക്കസ് ജോസഫ് 1 man plus advantage എന്തുകൊണ്ട് തൃശ്ശൂർ എടുക്കുന്നില്ല എന്നുള്ള ചോദ്യമാണ് അവിടെ. ബോക്സിന്റെ നടുവിൽ നിന്ന് ആണ് ആ ഹെഡ് ചെയ്യുന്നത്. ലുക്ക് അറ്റ് ദാറ്റ് പവർ, ലുക്ക് അറ്റ് ദാറ്റ് പെർഫെക്ഷൻ. അത് മെയിൽസിന് മാത്രം കഴിയുന്ന. പക്ഷേ അൺലക്ക് നിർഭാഗ്യം വീണ്ടും മെയിൽസിനെയും തൃശ്ശൂരിനെയും പിന്തുടരുന്നത്. ക്രോസ് ബാറിൽ തട്ടിത്തെറിച്ചു പോവുകയാണ്. So now another big question is overhead ball to Marquez. Now Afzal, കെവിന്റെ നിലം പറ്റിയുള്ള ക്രോസ് ആണ്. കണ്ണൂരിന്റെ പെനാൽറ്റി ബോക്സിലേക്ക് ഉയർന്നു വന്ന പന്ത്, തട്ടി ഉയർന്നു വന്ന പന്താണ്. ഗോൾ കീപ്പർ അൽകേഷ് അത് പിടിക്കാൻ പോകാൻ നേരത്ത് അൽകേഷിനെ ചാർജ് ചെയ്യുന്നത് കാണാം. തൃശ്ശൂരിന് വേണ്ടി ഒരു കൗണ്ടർ അറ്റാക്ക് നടത്താൻ ഈ ഭാഗത്ത്, ഇടത് ഭാഗത്ത് ആളില്ലാത്ത ഒരു സ്പേസ് കാണാം, ഒരു വേക്കൻറ്റ് സ്പേസ്. അവിടെ
കോച്ചും അവിടെ മാർക്കസും തമ്മിലുള്ള തർക്കം കാണുമ്പോൾ അവിടെ കോച്ച് മാർക്കസ് ജോസഫ്, തൃശ്ശൂരിന്റെ സ്ട്രൈക്കർ മാർക്കസ് ജോസഫ് യെല്ലോ കാർഡ് വരുന്നുണ്ടോ? കണ്ണൂരിന്റെ കോച്ചിനുമായിട്ടുള്ള തർക്കം അവിടെ കാണാം. യെല്ലോ കാർഡ് വരുന്നുണ്ടോ? കണ്ണൂർ വാരിയേഴ്സിന്റെ ഡഗ്ഔട്ടിൽ എന്താണ് കാര്യം എന്നുള്ള ഒരു ചോദ്യമുണ്ട്. പ്രസക്തമായ യെല്ലോ കാർഡ് വരാൻ സാധ്യതയുണ്ടോ? എന്തായാലും അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുമ്പോൾ കളി അതിന് വിടുകയാണ്. എന്തായാലും തൃശ്ശൂർ മാജിക്ക് ഒരു ഗോള് അവർക്ക് വളരെ അത്യാവശ്യമാണ്. ആഡ് ഓൺ ടൈം എന്തായാലും വരും. റെഡ് കാർഡ് ഫോർ കോച്ച്. കണ്ണൂരിന്റെ കോച്ച് മാനുവൽ സാഞ്ചസിന് റെഡ് കാർഡ്. നല്ലൊരു മുന്നേറ്റമാണ്. കരീം സാം, കരീം സാം. ഫൈനൽ ഗെയിം ലോങ് റേഞ്ച് അറ്റംപ്റ്റ് ആണ്. റൈറ്റ് ഫുട്ടർ ബ്രില്യന്റ് അറ്റംപ്റ്റ്. നല്ല അറ്റംപ്റ്റ് തന്നെയാണ്. ത്രോ കിവിൻ ഫൈനൽ വിസിൽ മുഴങ്ങുന്നു. കണ്ണൂർ വാരിയേഴ്സ്. സോ പൈതൽ മലയിലെ കിഴക്കൻ കാറ്റ് സാക്ഷി, പയ്യാമ്പലത്തെ തിരമാലകൾ സാക്ഷി, കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിന് മീതെ മിന്നുന്ന നക്ഷത്രങ്ങൾ സാക്ഷി. ഈ നക്ഷത്രങ്ങൾ ഇന്ന് കണ്ണൂരിന് വേണ്ടി തിളങ്ങും. പൈതൽ മലയിലെ കാറ്റ് ഇന്ന് കണ്ണൂരിന് വേണ്ടി വീശും. പയ്യാമ്പലത്തെ തിരമാലകൾ ഇന്ന് കണ്ണൂരിന് വേണ്ടി അടിക്കും. കണ്ണൂർ വാരിയേഴ്സ് the champions of SLK season 2. ആദ്യ പകുതിയുടെ 19-ാം മിനിറ്റിൽ സ്പാനിഷ് താരം അസിയർ ഗോമസ് നേടിയ പെനാൽറ്റി ഗോളിൽ തൃശൂർ മാജിക്കിനെ തോൽപ്പിച്ചുകൊണ്ടത് കണ്ണൂർ വാരിയേഴ്സ് സ്വന്തം മൈതാനത്ത്, സ്വന്തം വീട്ടുമുറ്റത്ത് സൂപ്പർ ലീഗ് കേരളയുടെ ജേതാക്കളായിരിക്കുന്നു. ഇത് കണ്ണൂരിന്റെ ദിവസമായിരുന്നു. കണ്ണൂർ ഫുട്ബോളിന് സുവർണകാലം തിരിച്ചു വരുന്നു എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടത് കണ്ണൂർ വാരിയേഴ്സ് സൂപ്പർ ലീഗ് കേരളയുടെ 2ാം സീസൺ ജേതാക്കളാവുകയാണ്. കണ്ണൂർ വാരിയേഴ്സ് സൂപ്പർ ലീഗ് കേരളയുടെ 2ാം സീസണിന്റെ ജേതാക്കളായിരിക്കുന്നു. ആവേശമലതല്ലുന്ന, ആവേശം ചിതറുന്ന അന്തരീക്ഷത്തിൽ കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ കണ്ണൂർ വാരിയേഴ്സിന്റെ സൂപ്പർ ലീഗ് കിരീടധാരണം നടക്കുകയാണ്. കേരള ഫുട്ബോളിന്റെ ശക്തി കേന്ദ്രത്തെ ഉത്തര മലബാറിലേക്ക് കണ്ണൂർ കൊണ്ടുപോവുകയാണ്. 6 ടീമുകൾ 6 വേദികളിലായി 78 ദിവസങ്ങളിലായി 32 മത്സരങ്ങൾക്കൊടുവിൽ ഫൈനലിൽ കണ്ണൂർ വാരിയേഴ്സ് ചാമ്പ്യൻസ് ഓഫ് ദി സൂപ്പർ ലീഗ് കേരള സീസൺ 2.